നടൻ സിദ്ദീഖിന്റെ അറസ്റ്റ് 2 ആഴ്ചത്തേക്ക് തടഞ്ഞ് സുപ്രീം കോടതി. പീഡന കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവുണ്ടാകുന്നത്. കടുത്ത കുറ്റങ്ങൾ ഇങ്ങനെ ആരോപിക്കപ്പെട്ട ആ ഒരു സമയത്ത് അദ്ദേഹം ഒളിവിൽ കഴിയുകയായിരുന്നു. ആ ഒരു ഒളിവിൽ കഴിഞ്ഞിരുന്ന നടനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയായിരുന്നു. കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട സിദ്ദീഖിനെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായോ എന്ന് പോലും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാകാമോ എന്നതുൾപ്പെടെ വിവിധ നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള നടൻ സിദ്ദീഖിന്റെ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ലൈംഗിക പീഡന പരാതി തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് പൂർണ്ണമായും തെറ്റുപറ്റി എന്നാണ് ജസ്റ്റിസ് ബീല എൻ ത്രിവേദി അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ സിദ്ദീഖ് ഉന്നയിച്ചതും. സിദ്ദീഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്കിയാണ് ഹാജരായത്. തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഉത്തരവിറക്കരുത് എന്നാവശ്യപ്പെട്ട് തടസ്സ ഹർജി നൽകിയ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയും പരാതിക്കാരിക്കു വേണ്ടി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറും ഹാജരായി. അതേസമയം ഷഹീൻ സിദ്ദീഖിന്റെ സുഹൃത്തുക്കളായ പോൾ, ലിബിൻ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നുള്ള പരാതിയുമായി ബന്ധുക്കളാണ് രംഗത്തെത്തിയത്. ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദീഖ് ഒളിവിൽ പോയിരുന്നു. സിദ്ദീഖ് ഒളിവിൽ പോയ കാറുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കടവന്ത്രയിലെയും മേനകയിലെയും ഫ്ളാറ്റുകളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്നാണ് പരാതി. യുവാക്കളുടെ കുടുംബങ്ങൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നാണ് കൊച്ചി സിറ്റി പോലീസിന്റെ വിശദീകരണം. അതിനിടെ പോലീസും സിദ്ദീഖും ഒത്തുകളിക്കുന്നു എന്നുള്ള ആരോപണവുമായി അതിജീവിതയും രംഗത്ത് വന്നിരുന്നു. സിദ്ദീഖിന് ഒളിവിൽ പോകാൻ സമയം നൽകിയെന്ന് കോടതിയിൽ വാദിക്കുമെന്നും നിരവധി ഇലക്ട്രോണിക് തെളിവുകൾ സിദ്ദീഖ് നശിപ്പിച്ചുവെന്നും അതിജീവിത ആരോപിക്കുന്നു.